ആട് 3 ഫസ്റ്റിനെ തന്നെ കണ്ടു. റിവ്യൂ ഇന്നിട്ടൊന്ന് മാത്രം. പടം നിങ്ങൾക്ക് ആട് ഫസ്റ്റും ആട് സെക്കൻഡും കണ്ട് ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ പടം ഇഷ്ടാവും. അല്ലാത്ത രീതിയിൽ ഒരു നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മള് ആട് 1ഉം 2ഉം ഇഷ്ടപ്പെട്ട ആളുകൾക്ക്, ആ ക്യാരക്ടറെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക്, പിന്നെ ഈ പടം ഇങ്ങനത്തെ ഒരു പടമാണ്, എന്ത് രീതിയിലുള്ള പടമാണ് എന്ന രീതിയിൽ നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഈ പടം ഇഷ്ടാവും. ഈ പടത്തില് കുറെ കോമഡി ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്റെ കൂടെ ഇരിക്കുന്ന കുറെ ആളുകൾക്ക്, പ്രത്യേകിച്ച് ലേഡീസ് ഫാമിലി ആളുകൾക്ക് പടം നന്നായിട്ട് അവര് ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പടത്തില് ഏകദേശം കോസ്റ്റ്യൂമിന് വേണ്ടി മാത്രം 1/2 കോടി രൂപയോളം ചെലവാക്കിയിട്ടുണ്ട്. അപ്പോ പണ്ട് തൊട്ട് നമുക്കറിയാം, ഷാജി പാപ്പൻ, സർബത്ത് ഷമീർ, അബു, ഡ്യൂഡ് ഇവരൊക്കെ കോസ്റ്റ്യൂം കണ്ടറിയാം. അപ്പോ ആ ഒരു സെൻസിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് പടം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് 1ന്റെയും 2ന്റെ അത്രയ്ക്കും ഈ പടം അത്രയും എനിക്ക് വർക്കൗട്ട് ആയില്ല. പിന്നെ ആട് 3 എന്നുള്ളത് 3ക്ക് ഒരു 2ാം ഭാഗം ഉണ്ട്. അപ്പോ അതിനു വേണ്ടിയാണ് ഈ പടം അവസാനിപ്പിച്ചിട്ടുള്ളത്. പടം 1 ടൈം വാച്ചബിൾ ആണ്. തിയേറ്റർ തന്നെ പോയിട്ട് കാണാൻ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വൈഫിനും പടം ചെറിയ രീതിയിലൊക്കെ ഇഷ്ടമായി, അത്രയ്ക്ക് മോശമായിട്ട് തോന്നിയില്ല. എനിക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു എന്താ പറയാ, ആട് 1 അത്ര ഇഷ്ടപ്പെട്ടു. 2 അതിൽ നമുക്ക് തമാശ അതിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് കുറച്ച് എന്റെ ഒരു നെഗറ്റീവ്സ് വെച്ചാൽ പല കോമഡികളും അത്രയ്ക്ക് അങ്ങനെ ഒരു ഉണ്ടാക്കി പറയുന്ന ഒരു കോമഡി മാതിരി തോന്നി. നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ചിരി വരാൻ തോന്നിയില്ല. പിന്നെ ചില വളുപ്പുകൾ, ആ വളുപ്പ് കേട്ടിരുന്ന നമുക്ക് ചിരിക്കാൻ പറ്റും. അങ്ങനെയും ഇതൊരു പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. എന്തായാലും ആട് 1 ടൈം വാച്ചബിൾ ആണ്. മിഥുൻ മേനലാണ് കഥ, തിരക്കഥ, സംഭാഷണം. പിന്നെ അതുമാതിരി തന്നെ ഇതില് നമ്മുടെ ഇൻട്രോ കുറെ ഇൻട്രോ നന്നായിട്ടുണ്ട്. സാത്താൻ സേവിയറിന്റെ ഇൻട്രോ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്യൂഡിന്റെ ഒരു ഭാഗമുണ്ട്, അതും അടിപൊളിയായിട്ടുണ്ട്. ഷാജാബിന്റെ ഇൻട്രോ ഒക്കെ കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ പടം മൊത്തത്തില് നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിൽ കാണുകയാണെങ്കിൽ മാത്രം പടം നമുക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല.